സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் കിച്ചുമോനെ, എന്തു പറ്റി? ചേട്ടച്ചാര് പോയപ്പോ തൊട്ട് മുഖം വാടിയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ രാത്രി ആയോണ്ട് പോയല്ലേ, പോരാഞ്ഞിട്ട് നിന്റെ ചേട്ടനെ കല്യാണം ഇന്നലെ കഴിഞ്ഞേയുള്ളൂ, അതുകൊണ്ട് പോയല്ലേ പറ്റൂ. ഇവിടെ നിന്ന് ബസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് എന്നെ അറിഞ്ഞൂടാ. നാളെ ഇങ്ങ് വരും. പിന്നെ കുഞ്ഞെന്തോ കോളേജിലെന്തോ പോവാന്നല്ലേ പറഞ്ഞ നാളെ തൊട്ട്. ആ പിന്നെന്താ, പൊക്കൂടെ? കോളേജിൽ വെച്ച് കാണാമല്ലോ ചേട്ടനെ. ആ അതൊക്കെ ശരിയാ, അതാ എൻ്റെ ഒരു സമാധാനം. പക്ഷേ ഇന്ദിര സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ ആൻറ്റിയമ്മ, അതോർത്തിട്ട് നല്ല ടെൻഷനുണ്ട്. ഇന്ദ്ര മോനൊക്കെ സമ്മതിക്കും. മോനോട് രാവിലെ എന്താ പറഞ്ഞേ? പഠിക്കാൻ പോണെങ്കിൽ പോയിക്കോ, മോന് ഇഷ്ടം പോലെ ചെയ്തോന്നല്ലേ പറഞ്ഞേ. ആ പിന്നെന്താ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പിന്നെ വരുമ്പോ മോനൊന്ന് പറയണം, അത് നമ്മുടെ കടമയാണല്ലോ. അല്ല, ചേട്ടനോടെന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മോൻ പറയാത്തെ? അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാശിയേട്ടൻ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അച്ചു അറിയും. അച്ചു അറിഞ്ഞാൽ പിന്നെ ഇന്ദിരേനെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റൂല ആൻറ്റിയമ്മേ. എനിക്ക് ഇന്ദിര ഇല്ലാതെ പറ്റത്തില്ല. അച്ചുവും കാശിയേട്ടനും അമ്മയും ഇന്ദിരയും അവരൊക്കെ എൻ്റെ അടുത്ത് വേണം. അവരെയൊക്കെ പോലെ എനിക്ക് ഇന്ദിരേനെ ഇഷ്ടമാണ്. എൻ്റെ അച്ചുവിനോട് ഞാനെല്ലാം പറയും, ഉറപ്പാ. പക്ഷേ ഇപ്പോൾ വേണ്ട. ഇപ്പോൾ പറഞ്ഞാൽ അവരെന്നെ കൊണ്ടുപോകും, ഉറപ്പാ. എനിക്കറിയാം. പിന്നെ എനിക്ക് ഇന്ദിരേനെ ഒരിക്കലും കാണാൻ പറ്റൂല. കുഞ്ഞേ, ഇത് മോന് ഇന്ദിരയോടുള്ള അന്ധമായ പ്രണയത്തിലിരുന്ന് ചിന്തിക്കുന്നോണ്ട് ഇങ്ങനെയൊക്കെ തോന്നേ. നാളെ മോനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിനും വലിയ പ്രശ്നമാവും. അതുകൊണ്ട് മോന് പറയാൻ തോന്നുമ്പോൾ എന്തായാലും ആരോടെങ്കിലും ഒക്കെ ഇതൊക്കെ തുറന്ന് പറയണം കേട്ടോ. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാ. എന്നാ സാറാമ്മ ഫുഡെല്ലാം വച്ചിട്ട് ഇപ്പം ഇറങ്ങും കേട്ടോ. മുകളിലെ റൂമിൽ പോയിരിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കോ ചെയ്യണം. കഥകൊക്കെ പൂട്ടിയിട്ട് വേണം ഇരിക്കാൻ, വെളിയിലൊന്നും ഇറങ്ങരുത്. ഇന്ദ്രകുഞ്ഞ് വരാൻ കുറച്ചുകൂടി ലേറ്റ് ആവും, അത് കഴിഞ്ഞ് ഇങ്ങ് എത്തിക്കോളും. പിന്നെ മോൻ പേടിക്കണ്ട, അതുവരെ സേഫായിട്ടിരിക്കണം കേട്ടോ. ശരി ആൻറ്റിയമ്മേ. അച്ഛേ, എനിക്കിവിടെ സുഖാട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ഇന്ദിര എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറിയ. പിന്നെ അച്ചുവേ, എനിക്ക് പറ്റുന്നില്ല അച്ചുവേ. നീ പറഞ്ഞത് ശരിയാ, കാശിയേട്ടൻ പറഞ്ഞത് ശരിയാ. എന്നോട് എന്താണെന്ന് നീ ചോദിക്കില്ല, ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ദിര എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇനി എന്ത് വന്നാലും ഞാൻ അവനെ കളയത്തില്ല. അവനെ കളയാനായിട്ട് എൻ്റെ അച്ഛനോട് പറയരുത്, പ്രോമിസ്. അച്ഛേ, കാശിയേട്ടനോട് ഞാനൊന്നും പറഞ്ഞില്ല, നിന്നോട് ഞാൻ ഒന്നും പറയത്തില്ല. കാശിയേട്ടൻ ചോദിക്കുക, നീ പറയണം
ഞാനൊന്നും അറിഞ്ഞില്ലാന്ന് കേട്ടല്ലോ. നിന്നോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല, അതാണ് ഞാൻ വന്ന് മെസ്സേജ് ഇട്ടത്. നീ ഇതിനി എപ്പോഴാ കാണുന്നതെന്നും എനിക്കറിയത്തില്ല. കണ്ടു കഴിഞ്ഞിട്ട് റിപ്ലൈ ഇടാൻ മറക്കരുതേ. അച്ചുവേ, ഞാനെന്ത് വലിയ വീട്ടിനകത്ത് ഒറ്റയ്ക്കായ പോലെ തോന്നുന്നു അച്ചുവേ. നീ എന്നാ വരുന്നേ? എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. ഞാൻ കാശിയേട്ടനോട് ചോദിച്ചു ഞാനും കോളേജിൽ വന്നോട്ടേന്ന്. കാശിയേട്ടൻ എന്നോട് പറഞ്ഞു വന്നോളാൻ. ഞാൻ എന്താടാ ചെയ്യണ്ടേ? ഞാൻ പോവാണ് കോളേജിൽ നാളെ തൊട്ട്. എന്താടാ പരിപാടി? ആരാ? കിച്ചുവാണോ? ഡയറപ്പേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കേൾക്കുമ്പോൾ വന്നിന്ന് ഒളിഞ്ഞു കേൾക്കരുതെന്ന്. എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇടാ, എന്തിനാ ഡോക്ടർമാരെ പേര് കളയാ അപമാനമായിട്ട് ഇങ്ങനെ നീ? ഇത് കൊള്ളാം. അതിന് ഞാനൊന്നും കേട്ടില്ലടാ. ഞാനൊന്ന് ഊഹിച്ച് ചോദിച്ചതാ. അമ്മ വീട്ടിലില്ലാന്ന് എനിക്കറിയാം. നീ പറഞ്ഞ നിന്റെ കാര്യങ്ങൾ ഒട്ടമിക്കതും എനിക്കറിയാം. AK കമ്പനിയുടെ കാര്യം മുതൽ. പിന്നെ നിനക്കിപ്പം മെസ്സേജിക്കുന്ന ഒന്നേ കാശിയേട്ടൻ അല്ലെങ്കിൽ കിച്ചു. പിന്നെ അതിന്റെ സൗണ്ട് കേട്ടപ്പോഴും എനിക്ക് തോന്നി കിച്ചു ആയിരിക്കുന്നു. ഇന്ന് ആരെ കുറിച്ചാ പരാതി? എടാ പന്ന നായിൻ്റെ മോനെ, എൻ്റെ ചെറുക്കൻ എന്നെ പരാതി പറയാൻ മാത്രമല്ല മെസ്സേജ് അയക്കണത് എനിക്ക്. അത് നീ ആദ്യം മനസ്സിലാക്കും. പിന്നെ അവന് വേറെ ആരുമില്ല. കാശിയേട്ടനോട് അവ ഇതൊന്നും പറയൂല. അത് പണ്ടേ അങ്ങനെയാണ്. ഞങ്ങൾ ഒരുമിച്ച് വളർന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ശീലമായിപ്പോയി. എടാ വിഷ്ണു, എടാ ആ ഇന്ദ്രൻ ശരിയാവത്തില്ലടാ. അവൻ ഒട്ടും ഓക്കെ അല്ലെന്നൊക്കെ പറയുന്നത്. അവൻ എന്തെങ്കിലും ചെയ്ത് കാണും. വിഷ്ണു, ഞാനങ്ങോട്ട് പോയാലോടാ. അവനല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാനായിട്ട് ഞാൻ നിന്നതാ. അന്ന് പിന്നെ ടൈമും ഇല്ലായിരുന്നു. ഇവിടെ എക്സാമിൻ്റെ ടൈമായി. ആകെപ്പാടെ 3 ആഴ്ചയുള്ള എക്സാമിനൊന്ന് വിളിച്ച് പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങ് വന്നത്. കമ്പനി തന്നെ എത്ര കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയാം. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ വന്നത്. എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരു കാര്യം പറയാം വിഷ്ണു, എൻ്റെ ചെറുക്കന് വരാൻ പറ്റിയ ആ തന്ത എന്താവുന്ന മുമ്പേ ഉണ്ടായ നായിൻ്റെ മോനില്ലേ, അവനെ ഞാൻ വച്ചയക്കത്തില്ല. എന്റെ പൊന്നങ്കി, നീ ഇല്ല കാളെ പറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. എടാ അവ ഇപ്പൊ എന്താ? എടാ നിനക്ക് കിച്ചുവിനെ അറിഞ്ഞൂടെ? നിസാരം ഒന്ന് മാറടാന്ന് പറഞ്ഞാൽ മതി, അവന് വിഷമാവും. അതുപോലെ എന്തെങ്കിലും സില്ലി കാര്യമായിരിക്കും, അതായിരിക്കും അവൻ. പിന്നെ പോരാഞ്ഞിട്ട് അത്രയും വലിയ വീട്ടിൽ അവൻ ഒറ്റയ്ക്കല്ലേ? നീ പറഞ്ഞത് ആ ഇന്ദ്രയും അവനും കല്യാണം കഴിച്ച് വേറെ വീട്ടിലോട്ട് മാറിയെന്നല്ലേ കാശിയേട്ടൻ പറഞ്ഞത്? അപ്പൊ അവൻ അവിടെ ഒറ്റയ്ക്കായോണ്ട് അവൻ അങ്ങനെയൊക്കെ തോന്നുക. പിന്നെ കോളേജിൽ പോകുന്ന കാര്യം എന്തൊക്കെ പറഞ്ഞല്ലോ. എടാ അവൻ പോട്ടെ, അപ്പോഴ് അവൻ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ഒരാളും ആവും. ഫ്രണ്ട്സോ വല്ലതും ഒക്കെ കിട്ടുവാണെങ്കിൽ. പിന്നെ ഇനി എന്താ വേണ്ടേ? എടാ അവൻ ഒറ്റപ്പെട്ടോലെ തോന്നിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ, അല്ലാണ്ട് വേറൊരു ഇഷ്യൂവും കാണൂല. എടാ ഇത്രയും തന്നു തടിയുള്ള 2 ചേട്ടന്മാരുള്ള നിന്റെ അനിയനെ അവൻ കയറിയോ ഒറ്റയ്ക്ക് ഉണ്ടാക്കൊന്നും നിനക്ക് തോന്നുന്നുണ്ടോ? ഇൻകേസ് എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ ഇരിക്കട്ടെ, അവന്റെ സ്വന്തം ചേട്ടന്മാർ പോലും അവന്റെ കൂടെ നിൽക്കത്തില്ല. അവൻ ഒറ്റപ്പെട്ടു കൂടാ. അതുകൊണ്ട് ആ ഒരു ബുദ്ധിയൊക്കെ അവന് കാണും. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവൻ ഒരു 1.5 ബിസിനസ്മാനാണ്. അതുകൊണ്ട് കുരുട്ട് ബുദ്ധിയുള്ള അവന് ഒരുപാട് കാണും. അതുകൊണ്ട് അവൻ അബദ്ധമൊന്നും ഏതായാലും കയറി കാണിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അബദ്ധം കാണിക്കാൻ ഒരു ചാൻസും ഇല്ല. നീ എന്നെ ആലോചിച്ച് നോക്കും, അവനൊന്നും ചെയ്തൊന്നും കാണത്തില്ലടാ. ഇത് ചിലപ്പോ ഒന്ന് മാറുന്ന അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതിനെ കിച്ചു പൊക്കിയെടുത്തോണ്ട് നിന്റെ അടുത്ത് ഒന്ന് പറയുന്നേ. പണ്ട് തൊട്ടേ നിനക്ക് അവനെ അറിയാന്നുള്ളതാണല്ലോ. ഞാൻ കണ്ട കാലം തൊട്ട് എനിക്ക് കിച്ചുവിനെ അറിയാം. ഇച്ചിരി മതി കിച്ചുവിന് കരയാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നും ആയിരിക്കൂലടാ. ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിന് നീ ഇപ്പൊ വാലും പൊക്കിയെടുത്ത് അങ്ങോട്ട് പോണോന്ന് പറഞ്ഞാലേ ഇനി ആകെപ്പാടെ 3 ആഴ്ചയുള്ള എക്സാമിന്. എന്റെ പൊന്നങ്കി, നീ തന്നെ പറയുന്ന അമ്മയുടെ ആഗ്രഹം ഒരാളെങ്കിലും ഡോക്ടർ ആവണം. അത് പണ്ട് അച്ഛൻ പറഞ്ഞതാ, ആനയാണ് ചേനയാണെന്നും പറഞ്ഞുകൊണ്ട്. എല്ലാം നീ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. 3 ആഴ്ചയും കൂടെ ഉള്ളൂ. നമ്മുടെ ഡോക്ടറേറ്റ് പഠനമേ തീർന്നു. അത് കഴിഞ്ഞാൽ നിനക്ക് ഇപ്പോഴും അവന്റെ അടുത്ത് തന്നെ നിൽക്കാമല്ലോ ഉള്ള കാലം. പിന്നെ ഇനി എന്താടാ? നീ അത് മാത്രം ആലോചിച്ചാൽ മതി. ഈ 3 ആഴ്ച എങ്ങനെയെങ്കിലും നീ പിടിച്ചു നിന്ന് കഴിഞ്ഞ് നിനക്ക് അവനെ പോയി കാണാൻ, സംസാരിക്കാം, എന്ത് വേണോ ചെയ്യാം. പിന്നെ അതുവരെ ഇപ്പൊ അവൻ കോളേജിൽ പോകാന്നല്ലേ പറഞ്ഞേ. അവനൊരു കമ്പനിയാണ് പ്രശ്നമെങ്കിൽ ഞാൻ ആളെ സെറ്റാക്കാം. നീ പറഞ്ഞ പോലെയൊക്കെ ആയിരുന്നു ആ ഇന്ദ്ര ദേവശങ്കറിന് കൊള്ളാം. ഇല്ലെങ്കിൽ അവൻ്റെ കിടുങ്ങാമണി ഞാൻ ഇങ്ങ് അറുത്തെടുക്കും. നീ ഇതെന്തോ ആളെ സെറ്റാക്കാന്നൊക്കെ പറയുന്നത്? ഈ 3 ആഴ്ചത്തിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അവൻ കോളേജിൽ പോകുന്ന ആളെ സെറ്റാക്കുന്നതായിട്ട് എന്താടാ ബന്ധം? എടാ ഈ പറയുന്നവൻ വിടുവോന്ന് പോലും അറിയത്തില്ല. ഇന്ദ്രയോട് ചോദിക്കട്ടെന്ന് അവൻ പറയുന്നത്. എടാ അവൻ എന്നോട് പറഞ്ഞത് നിനക്ക് എന്താണെന്നറിയോ? എന്നോടിപ്പോൾ ഒന്നും ചോദിക്കില്ല അച്ചുവേ, ഈ ഒരു ടോണായിരുന്നു. അപ്പം അവൻ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, പക്ഷെ അതവൻ പറയുന്നില്ല. എടാ
കിച്ചുവിനെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞ നിനക്കും അറിയാമല്ലോ. 1 വർഷം അവൻ ഈ ഡോക്ടറേറ്റ് എന്നും പറഞ്ഞ് എൻ്റെ കൂടെ ഇവിടെ വന്നതാണ്. ഞാനും അവനുമായിട്ട് ആ നശിച്ചവൻ കാരണമാണ് വഴക്കുണ്ടായിട്ട് അവൻ പോയത്. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. അവൻ നോർമലായിട്ടെങ്കിലും ഇരുന്നേനെ. എടാ കിച്ചുവിൻ്റെ സ്വഭാവം നിനക്കറിയാം. ഇന്ദ്രയുടെ കാര്യത്തിൽ അവൻ ഭയങ്കര പൊസസീവാണ്. ഇന്ദ്രിയ എന്ന് പറഞ്ഞാൽ അവൻ മരിക്കും. എടാ ഈ ഇന്ദ്രിയ എന്ന് പറയുന്നത് അവനെ കയറി അങ്ങ് റേപ്പ് ചെയ്താലും അപ്പോൾ അത് നമ്മളോട് പറയത്തില്ല. നമ്മളോടൊന്നല്ല ആരോടും. എന്നോട് ചിലപ്പോൾ പറഞ്ഞാലും വാക്കാം, ഞാൻ 2 വിരട്ടൊക്കെ വിരട്ടുമ്പോൾ അവൻ പറയും. പക്ഷേ വേറെ ഒറ്റ മനുഷ്യരുടെ അടുത്ത് അവൻ പറയത്തില്ല. അവൻ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, അതുറപ്പാണ്. ഇതിപ്പം ചെറുത്താൻ്റെ കടലിൽ നടുക്കാൻ ഞാൻ കമ്പനിയിൽ നിന്നാണെങ്കിൽ വിളിച്ചിരുന്നു. സ്റ്റോക്ക് ഇറക്കിയത് എന്തോ ഏവന്മാരെ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞോട്ടെ. അതിൻ്റെ ഇടയിൽ ഏത് മൈരന്മാരാണെന്തോ വന്ന് കളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവ ഒരുത്തൻ ഇന്ദ്ര ആ പട്ടിയുടെ മോനെ കൊല്ലാനുള്ള സമയം കഴിഞ്ഞു. സത്യം പറയാലോ, എല്ലാം പോട്ടെ. കിച്ചുവിനെ കരുതിയിട്ട വിഷ്ണു ഞാൻ ഇത്രയും ക്ഷമിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ നശിച്ച എക്സാം ഈ 3 ആഴ്ചത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ചെറുക്കൻ്റെ അടുത്ത് പോകാമായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നോട് എല്ലാം പറയും, അത് ഉറപ്പാണ്. ആ ഇന്ദ്ര ഉണ്ടല്ലോ, കിച്ചുവിന് അവൻ്റെ അടുത്തുള്ള ബ്ലൈൻഡായിട്ടുള്ള ലവ്, അത്രത്തോളമുള്ള പ്രണയം കാരണം അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവനെ ഞാൻ പണ്ടേ തീർക്കേണ്ടതാണ്. എനിക്കൊന്നും അറിയില്ല. എൻ്റെ ചെറുക്കന് വല്ലാൻ പറ്റിയ പിന്നെ എന്റെ പൊന്നങ്കി നീറ്റോടെ അടങ്ങ്. ഇത് ഇവിടെ നിൽക്കുന്ന പിള്ളേരൊക്കെ നോക്കുന്നു. എടാ ഏക്കയും മണ്ണാങ്കട്ടയും കിച്ചുവിന്റെ ചേട്ടനൊക്കെ നീ നാട്ടില, അല്ലാതെ ഇവിടെ അല്ല. നീ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കോ? എടാ നിനക്ക് നമ്മുടെ അന്നാമ്മ അറിഞ്ഞൂടെ? നമ്മളെ കൂടെ ഇവിടെ ഫസ്റ്റ് ഇയറിലുണ്ടായിരുന്നേ. 1 വർഷം അവളിവിടെ നിന്നോളൂ. ഒരു ചെറുക്കൻ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് അവളിവിടെ നിന്ന് പോയത് ഓർമ്മയുണ്ട്. പഠിത്തം നിർത്തി. അവൾക്ക് ഈ ഡോക്ടറേറ്റ് ഒന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എടാ അന്നാമ്മ ഇപ്പം വെറുതെ വീട്ടിൽ ചൊറി കൂത്തിയിരിക്കുക. ഞാനോട് കോണ്ടാക്റ്റും കൊണ്ട് നല്ല പറയാ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അവള് ഇപ്പൊ ഏതോ ഒരു ബിസിനസ്മാന്റെ ബോഡി ഗാർഡോ അങ്ങനെ എന്തോ ആയിട്ടൊക്കെ പോകുന്നത്. ഞാൻ വിചാരിച്ച അവളെ കിച്ചു പഠിക്കുന്ന സെയിം കോളേജിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞ, അവള് പോകും. ബിക്കോസ് നമ്മളുമായിട്ട് അവള് നല്ല മച്ചാൻ കമ്പനിയായിരുന്നു. നിനക്കറിയാലോ, കിച്ചു മാത്രമേ അവളെ കണ്ടിട്ടില്ലാതെ ഉള്ളൂ. ബാക്കി നമുക്കൊക്കെ അറിയാം. കാരണം കിച്ചു ഇവിടുന്ന് പോയതിനു ശേഷമാണ് അവൾ ഇവിടെ വന്നത്. സോ അവളെ കിച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയ കിച്ചുവിന് എല്ലാം പറയുന്ന ഒരു സിറ്റുവേഷൻ വരാം. എല്ലാം അവളോട് പറയാം. അതായത് ഈ 3 ആഴ്ച നമ്മൾ ചെല്ലുന്നവരെ കിച്ചുവിന്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് അവളായിരിക്കും. എങ്ങനെ പക്കല്ലേ? എന്തു വേണോ അവർ തമ്മിൽ സംസാരിക്കാം, എന്തു വേണോ പറയാം. അങ്ങനെ ഒരാൾ കിച്ചുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി ഇന്ദ്ര ചെയ്തായാലും എന്തൊക്കെയായാലും കിച്ചുവായിട്ട് എന്തായാലും പറയത്തില്ല. പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നിന്നെ നേരിട്ട് കണ്ടാലോ. അതുവരെ നിനക്കാണെങ്കിൽ ഒട്ടും ക്ഷമയുമില്ല. അവളോടെങ്ങാനും പറഞ്ഞാലോ അത്ര കമ്പനി ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു പണി ചെയ്തൂടെ? നല്ലതാ. എന്നാ നീ ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നെ ഈ വരുന്ന സാധനം ഇനി എനിക്ക് വയ്യാവേലിയായ നിന്നെയും കൊല്ലും, ഞാൻ അവളെയും കൊല്ലും. പറഞ്ഞില്ലെന്ന് വേണ്ട. വയ്യാവേലി ആവാതെ കൊണ്ടുവരണം. നീ തന്നെ നോക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ലടാ, 100% ഉറപ്പാ. എവള് നമുക്ക് വയ്യാവേലി ആവൂല. പക്ഷേ എവളെ കൊണ്ട് നമുക്ക് ഉപകാരങ്ങളേ ഉള്ളൂ. നിന്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ച് AK കമ്പനിയിൽ ഇങ്ങനൊരു സാധനം ആവശ്യമാണ്, പെണ്ണായിട്ട്. അതുകൊണ്ട് ഈ സാധനത്തിനെ കൊണ്ട് നമുക്ക് ഉപകാരം മാത്രം ഉണ്ടാവുള്ളൂ. നമ്മളവിടെ ചെല്ലുന്നവരെ അവള് കിച്ചുമായിട്ട് കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിത്തം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കട്ടെ. അത് ചെന്ന് കഴിഞ്ഞാൽ നിന്റെ ബോഡി ഗാർഡോ അല്ലെങ്കിൽ നിന്റെ PA അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ പോരെ. അതുവരെ അവളങ്ങനെ പോട്ടെ. ഏതായാലും നീ നിനക്ക് വാക്ക് തരുക, അവളെ കൊണ്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിനക്ക് നന്നായിട്ട് അവളെ അറിയാം. അറിഞ്ഞും കൊണ്ട് നീ പറയരുത്. വിഷ്ണു, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നിനക്ക് മാത്രമല്ല, ആർക്ക് വേണോ ഈ ഉപദേശം സ്വീകരിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടോണ്ടിരിക്കുന്നവർക്കും ആർക്ക് വേണം. സംഭവം വേറെ ഒന്നുമല്ല. 1 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും 2 മെസ്സേജ് അയച്ചെന്നോ അല്ലെങ്കിൽ നമ്മളോട് വന്ന് 2 ഹായ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളോട് സംസാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആരെയും വിലയിരുത്താൻ പാടില്ല. അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ അണ്ണാക്കിൽ അടിച്ചൊഴിച്ച് തന്നിട്ട് അവരങ്ങ് പോകും. മനസ്സിലായ? എന്റെ പൊന്നങ്കി, എടാ അവളിവിടെ നിന്ന് എന്ന് പോയോ അന്ന് തൊട്ട് ഇപ്പൊ വരെ 4 വർഷം ഞാനും അവളുമായിട്ട് നല്ല ക്ലോസാണ്, നല്ല കമ്പനിയാണ്. അവൾ ഒരു പ്രശ്നക്കാരി അല്ല, ഉറപ്പ്. ഈ ഉറപ്പ് അങ്ങ് അവസാനം വരെയും കാണണം. ശരി, എന്നാ ബാ ക്ലാസ്സിൽ പോവാം.
കിച്ചുവിനൊന്നും പറ്റാതിരുന്നാൽ മതി. അതിന് ഞാൻ ഇനി എന്ത് നെറികെട്ട വേലയും കളിക്കൂടാ എന്തായാലും. എന്ത് പറ്റിയടാ? ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലോ. എനിവേ, നമ്മൾ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കാം അല്ലേ നാൻസി? ഹൗ ഈസ് യുവർ ഫസ്റ്റ് നൈറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും പൊന്നളിയ അടാറു മുതലിനെ നീ അനുഭവിച്ച് കൊന്നു കാണുമെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവരോടെ ആരോടെ പോയാലും നീ വന്ന് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഓരോ സെക്കൻഡിൽ എന്താ നടന്നതെന്ന്. അപ്പോൾ വി ആർ റെഡി ഫോർ ദാറ്റ്. പറ, എന്താ നടന്നേ? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാ? അത്രയ്ക്ക് ഓസമായിരുന്നില്ലേ? ഗുഡ്. Come on man, ഇത് നീ തന്നെയാണോ? I can't believe this. അല്ലെങ്കിൽ അടി തൊട്ട് മണ്ട വരെ പറയുന്നതാണല്ലോ ഗുഡെന്നോ? നോ വേ. അവൻ്റെ ഈ ഗുഡ് മാത്രം കൊണ്ട് ഒതുക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അല്ല സണ്ണി? എടാ, വി കാൻ വെയിറ്റ്. ഓക്കെ സണ്ണി, നീ പറ. ഓക്കെ ഫൈൻ. അളിയ, എന്നാ ഞങ്ങൾക്കൊന്ന് തൊട്ട് നിൽക്കാനെങ്കിലും തരുന്നേ? നീ ഏതായാലും കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് തന്നൂടെ? ഓ ഡാം ഇറ്റ് ഗൈസ്, നിങ്ങൾക്ക് എപ്പോഴും ആ യൂസ്ലെസ്സിനെ കുറിച്ച് സംസാരിക്കാനേ ഉള്ളൂ. എന്താ ഇത്രമാത്രം അവനിലുള്ളത്? ഞാനൊന്നും കണ്ടില്ലല്ലോ. എപ്പോൾ നോക്കിയാലും അവൻ്റെ ഹോട്ട്, അവൻ്റെ മാങ്ങ, അവൻ്റെ തേങ്ങാന്നും പറഞ്ഞുകൊണ്ട് അവനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ. What the fuck is having he? അവൻ എന്താ ഉള്ളേ? Can you please shut up your bitch mouth? അതെ, അവൻ എന്താ ഇല്ലാത്ത? ഏതായാലും ഹീസ് ബെറ്റർ ദാൻ യു. ഓക്കെ, നിന്നെക്കാളും ഭേദമാ. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ, ഇത് ജെനിഫറിനോട് മാത്രമല്ല, അവൻ്റെ ഹസ്ബൻഡായ ഇന്ദ്രയോടും നാൻസിയോടും നിങ്ങളോടും കൂടെയാ, ഇതുവരെ അതുപോലൊരു മുതലിനെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ട ടൈം തന്നെ ഞാൻ ഇന്ദ്രയോട് ഇത് ചോദിച്ചതുവാ. ഇന്ദ്ര അപ്പോ തരാന്നും പറഞ്ഞു. ഡീലാണ്. ആൻഡ് വൺ മോർ തിങ് ഇന്ദ്ര, അവര് സ്മെല്ലുണ്ടല്ലോ, ഓ ഇത് വരെ അമ്മാതിരി ഒരു മണം. ഐ കാണ്ട്, അത് ആലോചിക്ക പോലും. ലുക്ക്, ഇത് രോമൊക്കെ ഒന്ന് മൂടായി തുടങ്ങുവാടാ. ഹേ മാൻ, നീ ഇങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ആരാടാ ഈ ഗന്ധർവൻ? അവൻ്റെ ഹസ്ബൻഡ്? ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടോ കാണിക്കാനായിട്ട്? ഹേ മാൻ വിവേക്, ഹേ ഉമ്മാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതൊരു 1.5 ചരക്കാവാനാ സാധ്യത. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മതി. ചാൻസ് ഉണ്ടോ ഇന്ദ്ര? അതെന്ത് ക്വസ്റ്റ്യനാടാ. യു ഓൾവേസ് വെൽക്കം. എപ്പോൾ വേണോ വരാം, എപ്പോൾ വേണോ കാണാം. അതിനൊന്നും ഞാൻ ഒരിക്കലും എതിര് പറയത്തില്ല. യെസ്, ദാറ്റ്സ് മൈ ബോയ്. എന്നാലും നീ എന്താ നിന്റെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ഞങ്ങളോട് പറയാത്തെ? നീ ആരുടെ പോയാലും ഞങ്ങളോട് പറയുന്നതാ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് എന്തൊക്കെയാ ചെയ്തതെന്നും എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ. ഇതെന്താ നീ പറയാത്തെ? ഓ, ഇവളിത് വിട്ടില്ലേ. Can we dance? Come on. വാ, സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. വന്നേ. മഞ്ഞുമല ഒരുങ്ങി തുടങ്ങിയോന്നൊരു ഡൗട്ട്.
ഉരുകിയോ ഇല്ലേന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. യാ, നമുക്കറിയാലോ ഉരുക്കി തുടങ്ങിയൊന്ന്. ഇന്ദ്ര, shall we go a ride? Yeah, why not, Nancy? After a long time. Come on. Like that. Yes, baby. Lower. Yes. Softer. Yes. Give it to me. Yeah, baby. Oh, yes. What happened? എന്തു പറ്റി? എന്താ നിനക്കത്ര മൂടില്ലാത്ത പോലെ? എന്തു പറ്റിടാ? Oh, damn it. നാൻസി, നമുക്കൊരു വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ? ഇന്നത് അത്ര മൂഡ് പോരാ. മൂഡ് ശരിയല്ല, അതുകൊണ്ടാണ്. ഹേ കൂൾ, യാ ഇറ്റ്സ് ഓക്കെ. അതിനിപ്പോ എന്താ? വാ കമാൺ, നമുക്ക് പുറത്ത് പോവാം. ഇതെന്താ പോയ സ്പീഡിൽ തന്നെ രണ്ടും പുറത്തു വന്നല്ലോ? എന്ത് പറ്റി? ഒന്നും നടന്നില്ലേ? എനിക്കിത് എന്താ പറ്റിയ? നിങ്ങൾ സംസാരിക്കേ, ഞാനൊന്ന് സ്മോക്ക് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാനും ഇപ്പൊ വരാം. അവന്റെ പിറകെ അവന്റെ വാഹിന്ന് വാങ്ങിച്ചു കൂട്ടാനാ. പാവം വിധി. എന്താ സണ്ണി നീ ഇങ്ങനെ നോക്കുന്നേ? എന്തേലും ചോദിക്കാനുണ്ടോ? എന്താ ചോദിക്കാനുള്ളത് നിനക്കറിയത്തില്ലേ? നീ എന്തെന്നും പറഞ്ഞ ഇതിനകത്തുനിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാഗത്തോട്ട് പോയത്? എന്നിട്ടെന്താ ഒരു 42 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നത്? എന്താ അതിനിടയ്ക്ക് അങ്ങ് വന്നോ? അതുകൊണ്ടൊന്നുമല്ല. പണ്ടത്തെ പോലെ അത്ര പവറും പുള്ളിങ്ങൊന്നും പോരാ. ഇപ്പൊ മൂടില്ലാന്ന് പറഞ്ഞു, ഓക്കെ പോവാന്ന് പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സംതിങ് ഹാപ്പൻ ടു ഹിം. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. സാധാരണ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ എങ്ങനെയാണോ അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു ഇന്ന്. ഐ ഡോണ്ട് നോ. എനിക്കിതെന്താ പറ്റിയ? അവനേക്കാൾ മികച്ച ഒന്നുമില്ല, ആരുമില്ല. ഇന്നലെ ആ ഒറ്റൊരു നൈറ്റ് കൊണ്ട് അവ അത് തെളിയിച്ചു. സെറ്റ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അതിനേക്കാൾ വലുത് ഇന്നേ വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അവനേക്കാൾ രുചിയുള്ളതൊന്നും ഇന്നേ വരെ ഞാൻ രുചിച്ചിട്ടുമില്ല. ഒരാൾക്ക് ഇത്രയും ഹോട്ട് സെറ്റ്സ് ആവാൻ പറ്റുമോ? Damn it hot. ഇന്ദ്ര, നിന്റെ ഉദ്ദേശം എന്താ? നിനക്കെന്താ എന്നെ നാൻസിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ വയ്യാതായോ? അവളുടെ കൂടെ കിടക്കാൻ കയറി പോയേക്കുന്നു. ഇന്ദ്ര, ഇറ്റ്സ് നോട്ട് ഫെയർ. ഇതൊന്നും എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നാൻസിയുടെ കൂടെ അതെന്താ, അവക്ക് വല്ല എയ്ഡ്സും ഉണ്ടോ? നിന്നെ നാൻസിനെ വെച്ച് നോക്കുമ്പോൾ ഷീ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു മീ. ഫസ്റ്റ് പ്രയോറിറ്റി ഒക്കെ തന്നെ എൻ്റെ മുമ്പേ. നിന്നെക്കാൾ എത്രയോ മുമ്പേ എനിക്ക് അവളെ അറിയാം. പിന്നെ നിന്റെ ഈ അധികാരം കാണിച്ചുള്ള ഉണ്ടാക്കൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞതാ, ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ, ഇതൊന്നും ഒക്കത്തില്ലെങ്കിൽ അങ്ങ് പോവാൻ. എന്നിട്ട് നീ തന്നെയാ മറ്റേ വാലയെ തൂങ്ങി കിടക്കുന്നത്. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടരുതെന്ന്. നാൻസിൻ്റെ കൂടെ കിടക്കണമെന്ന് തോന്നിയാൽ കിടക്കും, ഇല്ലെങ്കിൽ ഇതോ അവിടെ നിന്ന് ആ സാധനം ഒഴിച്ചു കൊടുക്കുന്ന അവൻ്റെ കൂടെ കിടക്കണമെന്ന് തോന്നിയാലും കിടക്കും. ഇന്ദ്രയ്ക്ക് ഈ സെറ്റ്സിന് ആളെ നോക്കേണ്ട ആവശ്യമില്ല. നാളെ നിന്നോട് കിടക്കണമെന്ന് തോന്നിയാൽ നിന്റെ കൂടെയും വന്ന് കിടക്കും. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് പൊന്നു മോളെ എന്നെ താരാട്ടാൻ വരണ്ട, ഞാൻ ഉണങ്ങത്തില്ല. ഇനി നീ ഇതും പറഞ്ഞ എന്റെ മുമ്പ് വന്നാ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. നാൻസിയുടെ ഗുണാധികാരം ഉപദേശിക്കാൻ വന്നേക്കുന്നോളും. അല്ലെങ്കിൽ ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവക്കാ കൊടുക്കേണ്ടത്. ഗൈസ്, ഞാൻ നേരത്തെ ഇറങ്ങും. എനിക്ക് നേരത്തെ വീട്ടിൽ പോകണം. എന്താടാ, കല്യാണം കഴിഞ്ഞോണ്ടാണോ?
എന്റെ ഹസ്ബൻഡ് പറഞ്ഞോ 8 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണോന്ന്? ഏ നോ അതുകൊണ്ടല്ല. ഒന്ന് മൂഡ് നല്ല ശരിയല്ല. പിന്നെ നാളെ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതിന് പോണം. സോ വെറുതെ നിന്ന് സമയം കളയണ്ടെന്ന് തോന്നി. പാർട്ടി വേണമെന്ന് പറഞ്ഞു, പാർട്ടി തന്നു, ഇറ്റ്സ് ഓവർ. അതുകൊണ്ടാ പോകുന്നതെന്ന് പറഞ്ഞ നേരത്തെ. നിങ്ങൾ എൻജോയ് ചെയ്തോ, എന്നിട്ട് പോയാൽ മതി. നോ ഇന്ദ്ര, വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നീ ഇങ്ങനെയല്ല. എസ്പെഷ്യലി നൈറ്റിന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയും. ഇതിപ്പോ ഗുഡ് എന്ന് മാത്രം പറഞ്ഞു ഒതുക്കിയാ ഞങ്ങൾ കളയെന്ന് വിചാരിച്ചു. ആൻഡ് നാൻസിയുടെ കൂടെ വൈ? എന്താ മോനെ, അസ്ഥിക്ക് പിടിച്ചോ അവൻ? ഓ ഗായ്സ്, ഞാൻ നിങ്ങളോട് ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എനിക്ക് അവനോട് മുടിഞ്ഞ ആത്മാർത്ഥ പ്രണയാന്ന്. ഓക്കെ ഫൈൻ, ഞാൻ പറയാം. ഇതുപോലൊരു ചരക്ക്, ഐ മീൻ ഇതുപോലൊരു ആറ്റം പീസിനെ ഇന്നേ വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പെണ്ണായാലും ആണായാലും കുറേ ഇന്ദ്ര കയറി ഞെരങ്ങിയിട്ടുണ്ട്. ഇന്ദ്രയുടെ ഇത് ആദ്യത്തെ അല്ല, ബട്ട് അവന്റെ ഇത് ഫസ്റ്റാ. അത് മാത്രമല്ല, ഹീസ് എ വെർജിൻ. അവൻ അനുഭവിക്കാൻ കിട്ടിയ യോഗം ഇന്ദ്രയ്ക്ക്. സാക്ഷാൽ ഇന്ദ്രദേവന്. എന്റെ പൊന്നു സണ്ണി, ഹീസ് എ ഫക്കിംഗ് ഹോട്ട്. അവന്റെ ഓരോ സൈഡും, ഈച്ച് ആൻഡ് എവറി സൈഡ് ഈസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. കടിച്ച് തിന്നാൻ തോന്നും. ആ ഒരു ത്രില്ലിൽ നിന്ന് ഞാൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. Damn it hot, sexy. അവന്റെ ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ മോനെ, കൊതിപ്പിക്കല്ലേടോ പുല്ലേ. എനിക്ക് തോന്നി നാൻസി, ഞാൻ പറഞ്ഞില്ലേ, അവന്റെ മണം പോലും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇന്ദ്ര. അപ്പോ ഇതൊക്കെ എന്നാ ഇന്ദ്ര? ഐ കാൺ വെയിറ്റ്. എന്നാടാ? ഹേ മാൻ, മീ ടു. ഇന്ദ്ര പ്ലീസ് പ്ലീസ്, വൺ ഡേ മതി. അത് കഴിഞ്ഞ് പിന്നെ നീ തന്നെ എടുത്തോ. തരാടി, തരൂരെന്നാരെങ്കിലും പറഞ്ഞോ? ആദ്യം ഞാനൊന്ന് വച്ച് മുഴുവിപ്പിച്ചോട്ടെ, എന്നിട്ട് ഞാൻ എത്ര വേണോ തരാം. എനിവേ, അപ്പൊ ഞാൻ ഇറങ്ങുക. ഇത്രയും പറഞ്ഞപ്പോഴേ എന്നെ കൊണ്ടുവിടെ നിൽക്കാൻ വയ്യ. ഞാനൊന്ന് പോയി പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ കാണട്ടെ. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്, ഹാപ്പി ജേർണി. സെയിം ടു യു ബ്രോ. അടിച്ച് തകർക്ക് പോയി. അവന്റെ ഒരു യോഗ സണ്ണി. എന്റെ പൊന്നോ സണ്ണി, എനിക്കിപ്പൊ തന്നെ ആ ചെക്കനെ വേണം. ലൈഫ് ലോങ് വേണമെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ അവനെ വെച്ചോണം, എല്ലാ ചെലവ് നോക്കിയിട്ട്. എവനെങ്ങാനും അവനെ കളയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അവനെ കരാർ എഴുതി വാങ്ങും. നോക്കിക്കോ നീ. നാൻസി, ഐ റിയലി ഷെയിം ഓഫ് യു. ഹൗ ഡെയർ യു? നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടെങ്കിലാടി നീ ഇന്ദ്രയുടെ കൂടെ പോയത്? അതും റൂമിൽ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഒരു യൂസ്ലെസ് ഫെലോയെ കുറിച്ച് പൊക്കി അടിക്കുന്നു. ഉളുപ്പുണ്ടോ നിനക്ക്? ഉളുപ്പ് അത് നിനക്കുണ്ടോ? ഇല്ലല്ലോ. നിന്നെക്കാലം എത്രയേ ബെറ്ററാ ജെനി ഞാൻ. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനും അവനും തട്ടേ കയറുന്നതും തട്ടേന്ന് ഇറങ്ങുന്നതും മാത്രമേ ഈ ഒരു റിലേഷൻ നിൽക്കൂ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അല്ലാതെ അവൻ്റെ പിറകെ പട്ടിയെപ്പോലെ മണത്ത് ചെല്ലുന്നില്ല ഞാൻ, നിന്നെ പോലെ. ഓക്കെ, ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ഫോർ ബെനിഫിറ്റ്സ്, അത്ര തന്നെ. അതിൽ കൂടുതലും പോയിട്ടില്ല, താഴെയും പോയിട്ടില്ല. ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടാണ് നിന്നെക്കാൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും അവ എനിക്ക് തരുന്നത്. സോ ഇവിടെ കൊണ്ട് ചിന്തിച്ചിട്ട് വർത്താനിക്ക്. ഓക്കെ, ഉളുപ്പെന്ന് പറയുന്ന സാധനം എനിക്ക് നല്ലതായിട്ടുണ്ട്. അതുള്ളത് കൊണ്ടാണ് അവനെ ഞാൻ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. തിരിച്ചും അവനും ആ സാധനം അടുത്തൂടെ പോകാത്ത നീ അവന്റെ വായിരിക്കുന്നത് പട്ടിയെ പോലെ കേട്ടിട്ടും പിറകെ നടക്കുന്നു. ആക്ച്വലി ഐ ആം സോ ഷെയിം ഓഫ് യു. ഓക്കെ സണി, നമുക്ക് പോയാലോ? യാ ഓഫ് കോഴ്സ് ബേബി, കം ഓൺ. അപ്പൊ ജെനിഫറേ, ആ വേർപ്പ് തുടച്ചിട്ട് വീട് പറ്റാൻ നോക്ക് കേട്ടോ. അളിയ, ഞങ്ങളൊന്ന് ഇറങ്ങോ? നിങ്ങൾ ഇറങ്ങിയല്ലേ? ആടാ, ഞങ്ങൾ ഉറങ്ങാം. സണി, പറഞ്ഞ കാര്യം മറക്കണ്ട.
അവനോട് പറഞ്ഞിട്ട് അവന്റെ ഹസ്ബൻഡിനെ ഞങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ നോക്ക്. ഓക്കെ, എനിവേ ബൈ. ഓ ഡാം ഇറ്റ്, ആ പൊന്ന പീറ ചെക്കൻ കാരണം എന്റെ ഫ്രണ്ട്സ് വരെ എന്നെ ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജെനിഫർ ആരാണ്. അവനറിയില്ല ഞാൻ ആരാന്ന് അവന് ഒട്ടും അറിയില്ല. ഐ വിൽ ഷോ ഹിം ഹൂ ആം ഐ. ഓ, ആ ഇന്ദ്രയ്ക്ക് കൊടുത്ത വീട് വല്ല റോട്ടിന്റെ സൈഡിലും വെച്ചൂടെ, കാട്ടിനകത്ത് കൊണ്ടുവച്ചിട്ട്. ബസ്സും കിട്ടിയില്ല, കോപ്പ്. അങ്ങേര് വന്നില്ലേ? നടക്കൊന്നുമില്ലല്ലോ. കിടന്നാണോ? കിടക്കാനൊന്നും സമയമായില്ല. എന്നാലും എവിടെ? ഇത് അങ്ങേരെ ഓഞ്ച സൗണ്ട് അല്ലേ? എന്നാലും എവിടെ? ആ, അവിടെ തന്നെ പോയി നോക്കാം. ഇതെന്തോന്ന് ബാറാ? ഇയാളിതെവിടെ? Hey, ay, rico, 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 ay, rico, 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 ay, rico, rico, rico. പറയാന്നും പറഞ്ഞ വന്നത്. ഐ തിങ്ക് പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. മിണ്ടാതെ അങ്ങ് പോവാം. ഞാൻ വരെ പറഞ്ഞു, എല്ലാം പറഞ്ഞതാ. ആര്? സാക്ഷാൽ കാശി ദേവനാ. കൈലാസത്തിൽ നിന്നാണോ അടിയൻ പ്രതീക്ഷപ്പെട്ടത്? എന്നെ അനുഗ്രഹിച്ചാലും. റിയലി? ഐ കാന്റ് ബിലീവ് ദിസ് മിസ്റ്റർ ആദം സഖറിയ ജോൺ. ഏതായാലും അനുഗ്രഹം ചോദിച്ച സ്ഥിതിക്ക് കാശിനാഥനായിട്ട് അനുഗ്രഹം കുറയ്ക്കുന്നില്ല. കൃതാത്വം അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹം കിട്ടിയ സ്ഥിതിക്ക് അടിയൻ അങ്ങോട്ട്. ബൈ, ഗുഡ് നൈറ്റ്. കണ്ടിന്യൂ നടക്കട്ടെ. പുല്ലേ, ഇപ്പം ഞാൻ ആര്? പൊട്ടനാ? ഞാൻ ഇവിടെ മല പോലെ ഇരിക്കുന്ന നിന്റെ കണ്ണിലെന്തരാ മുട്ട ക്ലോസ് തിരുക്കി കയറ്റി വെച്ചിരിക്കണ? ഇല്ലല്ലോ. നീ ആയിട്ടല്ലേ എന്നെ വന്ന് ഉമ്മ വെച്ച? നീ ആയിട്ടല്ലേ ഇതെല്ലാം തുടങ്ങിയത് തന്നെ? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് ആ പാർക്കിങ്ങിൽ 2 മണിക്കൂർ നിന്നിട്ട് നീ വന്നില്ല. ഒരു ചെറുക്കനടുത്ത് ചോദിച്ചു പാവൻ പറയണ് നീ ഏതോ ഒരുത്തൻ്റെ കൂടെ കയറിപ്പോയെന്ന്. എന്നിട്ട് അവൻ്റെ കൂടെ എവിടേക്കോ പോയി കറങ്ങി തെണ്ടി തിരിഞ്ഞിട്ടതോ രാത്രി കയറി വന്നേക്കും. ഞാൻ ആര്? ഉണ്ടാക്കനാ? പറയടാ പുല്ലേ. ഓ, അപ്പൊ അതാണ് ഈ കുടിക്കുന്നതിന്റെ കാര്യം. അത് ഞാൻ കിച്ചു കാണാൻ പോയതാ. എനിക്ക് വേറെ വണ്ടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് ചോദിച്ചതാ ആ ചേട്ടനോട്. പിന്നെ ഇങ്ങോട്ട് വരാനും ബസ് കിട്ടിയില്ല, താമസിച്ചാ വന്നേ, ലിഫ്റ്റ് അടിച്ചാ വന്നേ. അതിനിപ്പോ എന്താ? ഓ എൻ്റെ അഭിനയ സിംഹമേ, കൊലപതി, നമിച്ച് നിന്നെ നമിച്ച് രജനീകാന്ത് അങ്ങോട്ട് മാറി നിൽക്കും. നീ ഇങ്ങനെ കാണിച്ചു. എടാ, നീ എവിടെ പോയി? എന്തിനു പോയി? ഏതിനു പോയി? ഞാൻ ആര്? ഞാൻ നിൻ്റെ ആരെന്നാണ് ഞാൻ ചോദിക്കണം. അതിന് നീ മറുപടി പറ. ഞാൻ നിൻ്റെ ആര്? ഞാൻ നിന്നോട് പറഞ്ഞതാ വൈകുന്നേരം അവിടെ വരണം, ഞാൻ അവിടെ കാണും. നീ വന്നില്ല. അപ്പം ഞാൻ ആര്? കാശിനാഥ ശിവപ്രസാദന്റെ മോനെ ഞാൻ ആര്? പറടാ. അത് സോറി ആദം, നീ അവിടെ വെയിറ്റ് ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എൻ്റെ ഹസ്ബൻഡാ, അതെനിക്ക് അറിയാം. പക്ഷെ നമ്മള് രാവിലെയും കൂടെ തല്ലുകൂടിയിട്ടല്ലേ പോയേ. അപ്പൊ ഞാൻ വിചാരിച്ചു നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ലായിരിക്കും ഒന്ന്. അത് നീ അങ്ങ് സ്വന്തമായിട്ട് വിചാരിച്ച്. അവിടെയാടാ ആദമിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്. I already fall in love with you. എന്നിട്ട് നീ വിചാരിച്ചു നീ ഏത് ഹോട്ടൽ റൂമിലായിരുന്നടാ ആ ബൈക്കിൽ കയറിപ്പോയൻ്റെ കൂടെ? സത്യം പറ, ഞാൻ നിന്നെ വിടാം, അവൻ്റെ കൂടെ വിടാം. നീ അവൻ്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിച്ചോ.
പോയിക്കോ. ഇതേ ആദ്യമേ കുടിച്ച വയറ്റി കിടക്കണം. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കിച്ചു കാണാനാ പോയെന്ന്. നിന്നോട് അപ്പൊ എനിക്ക് പറയാൻ പറ്റിയില്ല, അത് എന്റെ തെറ്റി തന്നെയാ. എനിക്ക് ഓൾറെഡി സോറിയും പറഞ്ഞു. പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നേ? എന്താടാ നിനക്ക് കൊണ്ടോ? സത്യം പറയുമ്പോൾ എനിക്ക് കൊള്ളുന്നുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഞാൻ അടുത്തോട്ട് വരുമ്പോൾ നിന്റെ തൊണ്ട ഇടറുമല്ലോ. വേറൊരുത്തൻ്റെ കൂടെ കയറി ബൈക്കിലിരുന്ന് പോയി ഒട്ടിയൊരുമി പോയപ്പോൾ നിന്റെ കാലും കയ്യും ഇടറുന്നില്ലേ? ഇടറില്ലേ? പറ. ഞാൻ അടുത്തോട്ട് വരുമ്പോൾ നീ നിന്ന് വിറയ്ക്കുമല്ലോ. നിന്നെ ഞാൻ വിറപ്പിച്ച് കാണിച്ചു തരടാ പുല്ലേ. നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? നിനക്കെന്ത് വട്ടാണോ? ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓൾറെഡി. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. ശരിയാ, ഞാൻ പറയണായിരുന്നു. ഓ, അപ്പം നിനക്ക് അറിയാം പറയണമായിരുന്നു. എൻ്റെ ഫസ്റ്റ് കിസ് നീ കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും എൻ്റെ ജീവിതത്തിൽ ഉമ്മ കൊടുത്തിട്ടില്ല. ആരെയും സ്നേഹിച്ചിട്ടില്ല. അതെല്ലാം നീ കൊണ്ടുപോയി, എല്ലാം. ദിസ് ഈസ് റിവെഞ്ച് ടൈം. യു നോ, മാദൻ സക്രിയ ജോൺ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫസർ ഇൻ ഇന്ത്യ. എനിക്ക് നിനക്ക് നന്നായിട്ട് ഫ്രഞ്ച് അടിക്കാൻ അറിയാം. ഐ വിൽ ഷോ യു. അവിടെ അങ്ങനല്ലേ? ഐ വിൽ ഷോ യു. ആദം വിട്. ആദം എങ്ങനെ ഉണ്ടായിരുന്നു കാശിനാഥ ശിവപ്രസാദിൻ്റെ മോനെ? നീ നിനക്ക് സുഖിച്ചില്ലെന്ന് പറഞ്ഞാലും അതെനിക്ക് മനസ്സിലായി. നിനക്ക് നന്നായിട്ട് സുഖിച്ചെന്ന്. ഇപ്പം ഞാൻ പിടിച്ച് തള്ളിയിട്ടല്ലേ നീ പുറകിലോട്ട് പോയത്. ഇത്രയേ ഉള്ളൂ നീ, ഇത്രയേ ഉള്ളൂ. ബിഗ് സീറോ. ആദമിൻ്റെ മുമ്പിൽ നീ വെറും ശിശു. അപ്പം ശരി, ഗുഡ് നൈറ്റ്. നിന്ന് സ്വപ്നം കാണാതെ പോയി കിടന്ന് ഉറങ്ങും. ബൈ ബൈ. എനിക്കെന്ത് പറ്റി? ഇയാളുടെ മുമ്പിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ വച്ചിട്ടുള്ള. രാവിലെ ആവട്ടെ, ഞാൻ അവന്റെ കൂടെ കയറി പോയെന്നല്ലേ നീ പറഞ്ഞത്? കാണിച്ചു തരണം. ഓട്ടിച്ചിട്ട് എത്തുന്നില്ല. ദേഷ്യം വരുന്നു. ആക്ച്വലി ശരിക്കും എന്തായിരുന്നു എന്റെ പ്രശ്നം? നോ വേ. അവനോട് ലവോ? ഇല്ല. ഇതുവരെ അങ്ങനൊരു ശരീരം അനുഭവിക്കാത്തതിൻ്റെ ഒരിത് അത് മാത്രമായിരിക്കും. ആ ഫീല് വീണ്ടും വീണ്ടും അനുഭവിക്കാനായിട്ടൊരു കൊതി, അത് മാത്രം. അതിൻ്റെ മുമ്പേ അതൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്നോണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത്. മേ ബി ഇൻ കേസ് ഇനി ലവ് ആണെങ്കിൽ തന്നെ എന്താ, അവൻ എൻ്റെ പ്രോപ്പർട്ടി അല്ലേ, എൻ്റെ മാത്രം. അവനെ ഞാനിങ്ങനെ സുഖിച്ച് വെച്ചോണ്ടിരിക്കും. ഇന്ദ്രയ്ക്ക് ലവ് നടക്കാനേ പോകുന്നില്ല. ഇതെവിടെ പോയി? ഇന്ദ്ര എന്താ വൈകിയത്? ഫുഡ് എടുത്ത് വയ്ക്കട്ടെ കഴിക്കാനായിട്ട്? ഫ്രഷായിട്ട് വന്നിട്ടേ കഴിക്കത്തുള്ളോ അതോ ഇപ്പോൾ കഴിക്കുന്നോ?
ദൈവമേ, ഞാൻ വല്ലതും ചെയ്തോ? ഇന്ദിര, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്റെ കിച്ചു, നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ബോൾഡ് ആവാൻ വേണ്ടി. പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അഭിനയിക്കുന്നത്? നീ എന്താണ് ഇങ്ങനെ ഇത്രയും ക്യൂട്ടായി പോയേ? നീ എന്നോട് രാവിലെയൊക്കെ സംസാരിച്ചില്ലേ? ഇന്നലെയൊക്കെ, ഇതിനു മുമ്പേ അതുപോലെ സംസാരിക്കും, ക്യൂട്ടായിട്ട് സംസാരിക്കും. ഞാൻ കേക്കട്ടെ. ഇതെന്ത് തലയിൽ കൊച്ചങ്ങ വേണോ? അത് ഇന്ദിരയല്ലേ പറഞ്ഞു എന്നോട് ഇനി അങ്ങനെ സംസാരിക്കരുതെന്ന്. ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഇനി അങ്ങനെ സംസാരിക്കത്തില്ല. അത് ഞാൻ രാവിലെ അല്ലേ പറഞ്ഞേ? എന്നാ ഞാൻ ഇപ്പൊ പറയുക. നീ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് സംസാരിച്ചാൽ സംസാരിക്കും. ഓന്ത് വല്ലതും ആണോ എന്തോ? വേണ്ട, ഇന്ദിരയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ സംസാരിച്ചോളാം. എങ്ങനെ ഇങ്ങനെയോ? നീ രാവിലെ എങ്ങനെ സംസാരിച്ച അതുപോലെ തന്നെ ഇപ്പൊ സംസാരിക്കുന്നത്. നീ ഇനി എത്രയൊക്കെ മാറാൻ നോക്കിയാലും നിനക്ക് മാറാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാടാ നീ മാറണ്ട കേട്ടോ, മാറണ്ട. നമുക്ക് നീ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞാൻ വിചാരിച്ചു ഇന്ദിര വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന്. ഞാൻ പോയി ഫുഡ് എടുത്ത് വയ്ക്കാം. ഇന്ദിര വാ, നമുക്ക് കഴിച്ചിട്ട് പോയി കിടക്കാം. വാ. നിക്ക്, അങ്ങനെ പോവല്ലേ? എന്താ? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇത്രയും ക്യൂട്ടാവുന്നേ? ഞാൻ ക്യൂട്ടാവുന്ന അല്ല ഇന്ദിര, ഞാൻ ഇങ്ങനെയാ. ഇന്ദിരയ്ക്ക് എന്നൊരു ദേഷ്യമുണ്ടോ ഞാൻ വീണ്ടും ഇങ്ങനെ സംസാരിച്ചതിൽ? എനിക്ക് ഒരു ദേഷ്യമില്ല. ഇന്ന് രാത്രി എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നിനക്ക് എന്നോടൊരു ദേഷ്യമില്ലേ? ഞാൻ നിന്നോട് രാവിലെ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും? ഇല്ല, ഇന്ദിര എൻ്റെ ഹസ്ബൻഡ് അല്ലേ. ഇപ്പോൾ ഈ ലോകത്ത് ആരെക്കാളും എന്നെ ചീത്ത പറയാൻ അവകാശം ഇന്ദിരയ്ക്കാം. അതുകൊണ്ട് എനിക്ക് ഇന്ദിരയോട് ഒരു ദേഷ്യവും ഇല്ല. അപ്പോൾ ഞാൻ എത്ര ചീത്ത പറഞ്ഞാലും ആരെങ്കിലും നിനക്ക് വേണ്ടി ചോദിക്കാനും പറയാനും വന്നാ നീ അവരെയൊക്കെ തള്ളി പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കത്തില്ലേ? ഇന്ദിരയ്ക്ക് വേണ്ടി ഞാൻ ആരെ വേണോ തള്ളി പറയും. പക്ഷേ അച്ചു മാത്രം പറയൂല. അതെന്താ? അതോ, അച്ചു എപ്പോഴും പറയും അച്ചു ഇല്ലെങ്കിൽ കിച്ചുമില്ല, കിച്ചു ഇല്ലെങ്കിൽ അച്ചുമില്ല എന്ന്. അപ്പോൾ അവനെ മാത്രം ഒരിക്കലും തള്ളിക്കളയില്ല. ഓക്കെ, നമുക്ക് ഫുഡ് പിന്നോട് കഴിച്ചാലോ? വേണ്ട വേണ്ട, ഇന്ദിര കഴിച്ചിട്ട് കിടന്നാൽ മതി. ഞാനിപ്പോൾ എടുക്കാം. നിക്ക്, തൽക്കാലം ഇപ്പം നീ ഒന്നും എടുക്കണ്ട. വാ ഇന്ദിര, ഫുഡ് കേറി വാടാ. ये जिस्म है ये दिल का लिबास है, ये दर्द है क्या, ये इश्क की तलाश है, फना किया मुझे ये चाहने की आस ने धरा धरा शिकस्त ही हुआ।
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഡിഗ്രിക്ക് ഒന്നേന്ന് പോയിരിക്കണം. എടാ, കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി MBBS ഫസ്റ്റ് ഇയർ കയറി ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി വന്നെന്നുള്ള ശരിയാ. എന്നും പറഞ്ഞോണ്ടേ കൊച്ചു പിള്ളേരെ പോലെ കൊച്ചു പിള്ളേരുടെ കൂടെ പോയിരിക്കാനൊന്നും എന്നെ കിട്ടൂല. നീ ഫോൺ വെച്ചേ വിഷ്ണു. ആവശ്യമില്ലാത്ത അവൻ്റെ അമ്മൂമ്മയുടെ അവനെ പഠിപ്പിക്കാൻ വേണ്ട നമ്മൾ ചെയ്യുന്നു. വയ്യടാ, ഇത് വലിയ ശല്യമല്ലേ. ഇപ്പൊ നിനക്ക് എന്തുവാടാ വേണ്ട കോപ്പൻ? ഞാൻ എന്ത് ചെയ്യണം? ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം. ആ ചെറുക്കന് കാവലിരിക്കണം. അല്ല, ആ ചെറുക്കനായിട്ട് കമ്പനി കാണാം. അത്രയല്ലേ ഉള്ളൂ. പോയി തൊലയ്ക്കാം. ഏത് നേരത്താണോ എനിക്ക് നിനക്ക് റിപ്ലൈ തരാൻ തോന്നിയത്? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ നിന്റെ തലയിലായത്. ശല്യം പിടിച്ചവൻ. ഇപ്പൊ ഞാൻ ആ ചെറുക്കൻ്റെ അടുത്ത് കമ്പനി ആവണം. അത്രയല്ലേ ഉള്ളൂ. ആവാം. നാളെ തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാം. ബൈ.